ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. നമ്മുടെ കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞ് 1 month ആയിട്ടില്ല. അപ്പോഴത്തേനും നമ്മുടെ അടുത്ത ട്രിപ്പ് കിട്ടി. ആക്ച്വലി ഇതെൻ്റെ കസിൻ ബ്രദറും ഫ്രണ്ടും കൂടെ പ്ലാൻ ചെയ്തായിരുന്നു മേഘാലയ ട്രിപ്പ്. ഞാനും കൂടെ ജോയിൻ ചെയ്തു. അവരിപ്പോൾ വരും. അവരിവിടെ നേരത്തെ വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ 4 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് കയറിയതാണ്. ഓക്കെ, അപ്പം പുള്ളിക്കാരനെ കണ്ടിട്ട് 2-3 വർഷമായി. അപ്പം എല്ലാം കൊണ്ടും എക്സൈറ്റഡാണ്. നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഞാൻ വന്നതിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ട് വരൂ. അപ്പോൾ തന്നെ നമുക്ക് ബാക്കി ആൾക്കാരെ കണ്ടുപിടിക്കട്ടെ, അതായത് ബ്രദറിനെയും ഫ്രണ്ടിനെയും കണ്ടുപിടിക്കട്ടെ. അപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെയായിരുന്നു ഞാൻ വന്നത്. ഇനിയിപ്പം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കണം. ഞാൻ ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ബൈ. അല്ല, നീ ഇതുകൂടി നേരെ കണ്ടു, കൂട്ടുകാരനെ കണ്ടു. പിന്നെ ഇവൻ എന്തിനും ഇങ്ങോട്ട് വിളിച്ചു വെച്ചു. അങ്ങോട്ട് ആ വഴി പോകാൻ വ്ളോഗ്. ഇതിനകത്ത് ഞങ്ങളെ ഇതൊക്കെ വരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ ഗുവാഹട്ടി ടൗണിലേക്ക് പോകും അല്ലേ? ഗുവാഹട്ടിയുടെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ചരിത്രം മുങ്ങിക്കിടക്കുന്ന ഒത്തിരി കഥകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ടൗണാണ്, സിറ്റിയാണ് ഗുവാഹട്ടി. നോർത്ത് ഈസ്റ്റിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഗുവാഹട്ടിയിൽ ചരിത്രപരമായും വളരെ പ്രസക്തി ആർജിച്ച ഒരു സിറ്റിയാണ്. അതെ. അപ്പം ആ സ്റ്റോക്ക് തീർന്നു. നമ്മൾ ഗുവാഹട്ടി എത്താൻ 20 കിലോമീറ്റർ ഉണ്ട് എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് ടൗണിലൊക്കെ ഒന്ന് കയറി കുറച്ച് ലോക്കലി കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാണ് പോകുന്നത്. അടുത്ത ഡെസ്റ്റിനേഷൻ എങ്ങോട്ടെന്ന് അറിയത്തില്ല. നമ്മൾ പോകുന്ന വഴിക്ക് ബാക്കി വീഡിയോകൾ കാണിക്കുന്നതായിരിക്കും. ഞാൻ പറയട്ടെ? അതെ, എന്നാണ് നമ്മുടെ ഡ്രൈവറുടെ പേര്. അതെ, അയാൾ എന്തോ ഭാഷയിൽ തെറി വിളിക്കുന്നുണ്ട്. നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ട്രെയിനിന് വരാം, ഫ്ലൈറ്റിന് വരാം. അപ്പോൾ ഞാൻ വന്നത് ഫ്ലൈറ്റിനാണ്. അപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്, കണക്ഷൻ ഫ്ലൈറ്റും ഉണ്ട്. ഞാൻ കണക്ഷൻ ഫ്ലൈറ്റാണ് വന്നത്. അതായത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കയറി. തിരുവനന്തപുരം ടു ചെന്നൈ, പിന്നെ അവിടുന്ന് ടു ഗുവാഹട്ടി ആയിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മളൊരു കാർ റെൻറ്റിനെടുത്തു, ഒരു സൂം കാർ റെൻറ്റിനെടുത്തു. അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എടുക്കാൻ. പിന്നെ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വില്ലേജാണ്, മയങ് വില്ലേജ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ ഉള്ളൊരു വില്ലേജാണ്. അങ്ങനെ ചേട്ടാ, ഒരു വില്ലേജാണ്. അപ്പോൾ അവിടെ പോകുന്നുണ്ട്. പിന്നെ ബ്രഹ്മപുത്ര റിവറിൻ്റെ ഒരു വ്യൂ അല്ലേ? ബ്രഹ്മപുത്ര റിവർ വ്യൂ ഉണ്ട്. അത് അവിടെ നിന്ന് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അതാണ് ഇന്ന് കാര്യം. നമ്മളിന്ന് ഇപ്പോൾ തന്നെ ഉച്ചയായിട്ട് നമ്മൾ ഇറങ്ങിയത്. അപ്പം ആ ഒരു ടൈം നമുക്ക് ഇന്ന് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് ഷില്ലോങ്ങിലല്ലേ ചെല്ലുന്നത്. അത് നമ്മൾ ഇന്ന് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഷില്ലോങ്ങാണ്. അവിടെ പോയിട്ടാണ് ബാക്കി സ്റ്റേയും കാര്യങ്ങളൊക്കെ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ മയങ് വില്ലേജിലോട്ടാണ്. അവിടെ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഗുവാഹട്ടി എന്ന് പറഞ്ഞ നഗരത്തിലേക്ക് പ്രവേശിച്ചു കേട്ടോ. അപ്പം പക്ഷേ ഈ നഗരത്തിൽ പ്രവേശിക്കുന്നതിന് കൂടെ നമുക്ക് ഇവിടുത്തെ കുറച്ച് ചരിത്രങ്ങൾ കൂടെ അറിയേണ്ടതുണ്ട്. കാര്യം ചരിത്രങ്ങളിൽ അത്രയ്ക്കൊരു പ്രധാനമായ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗുവാഹട്ടി എന്ന് പറയുന്നത്.
പല ആൾക്കാർക്കും അതിനെപ്പറ്റി അറിയില്ല. ചരിത്രങ്ങളിൽ ഇത് പറയുന്നത് ബ്രഹ്മപുത്രയുടെ ഹൃദയത്തിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ നെറുകയിലേക്ക് തുറക്കുന്ന ഒരു വാതിൽ, അങ്ങനെയാണ് ഈ ഗുവാഹട്ടി അറിയപ്പെടുന്നത്. സാധാരണ ഒരു നഗരം എന്നതിലുപരി ഇത് ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു ജീവനുള്ളൊരു പുസ്തകം പോലെയാണ് ഇതിനെ വർണ്ണിച്ചിരിക്കുന്നത് പല രീതിയിലും. കാര്യം അത്രയ്ക്കും ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗുവാഹട്ടി. അപ്പം അങ്ങനെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ആദ്യം പോകുന്നത് മയങ് എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ്. മയങ് വില്ലേജ് ഇത് പലരും കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവരും ഉണ്ടാവും. മയങ് വില്ലേജ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചരിത്രത്തിൽ അത്രയ്ക്കൊരു സ്ഥാനം വഹിക്കുന്ന ഒരു വില്ലേജാണ്. നമ്മുടെ ഗുവാഹട്ടിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഒരു വില്ലേജിലേക്ക്. കറുത്ത മന്ത്രവാദികളുടെ നാട് എന്നാണ് ഈ ഒരു വില്ലേജ് അറിയപ്പെടുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അവിടെ എന്തായിരിക്കും എന്ന്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടാണ് ലക്ഷ്യം വെച്ച് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള ബാക്കി കാഴ്ചകൾ നമുക്ക് വഴിയെ കാണാം. നമ്മൾ ഗുവാഹട്ടിയിൽ നിന്ന് മയങ് എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 51 കിലോമീറ്ററോളം ഉണ്ട്. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു നാഷണൽ ഹൈവേ ആണ്, പക്ഷേ ഒരു ഹിൽ ഏരിയ ടൈപ്പാണ്. കുറേ ഹെയർ പിൻ ബെൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റൂട്ട്സാണ് ഇത്. ഏകദേശം ഇനിയൊരു 40 മിനിറ്റോളം ഉണ്ട്. ഇനി നമുക്ക് ഇപ്പം തന്നെ നമ്മൾ 1 മണിക്കൂർ ട്രാവൽ ചെയ്തു. നമ്മൾ നാഷണൽ ഹൈവേ നിന്ന് മാറി സ്റ്റേറ്റ് ഹൈവേയിലേക്ക് കയറി. അതിൻ്റെതായ വ്യത്യാസം കാണാനുണ്ട്. കാട്ടിത്തരാം. പെട്രോൾ അല്ലേ? പെട്രോൾ പെട്രോൾ കുപ്പി വയ്ക്കാൻ വെച്ചിരിക്കുന്നത്. പെട്രോൾ കുപ്പി വയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പമ്പ് ഇല്ലാത്തതുകൊണ്ടാണ് അതൊന്നും അറിയില്ല. എന്തായാലും റോഡൊക്കെ അത്യാവശ്യം നല്ല മോശം കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫാക്ടറി ഒക്കെ ഉണ്ട്, സിമെൻറ്റ് ഫാക്ടറി ആയിരുന്നു എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ഒരുപാട് ലോറിയൊക്കെ വരും, അതൊന്നും റോഡെല്ലാം പോയി കിടക്കുകയാണ്. അങ്ങനത്തെ രീതി അത്. ഫാക്ടറി കണ്ടിട്ട് പറഞ്ഞു, സിമെന്റ് ഫാക്ടറി കണ്ടിട്ട്. നമ്മൾ മയാങ്ങിൻ്റെ ഏരിയയിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ നാടല്ലെന്ന് പറയത്തില്ല. അതുപോലെ തന്നെ മൊത്തം പച്ചപ്പും പിന്നെ നമ്മളതുപോലത്തെ വീടുകളും കാര്യങ്ങളെല്ലാം ഉള്ളത്. പിന്നെ നമ്മുടെ വരുന്ന ഗുവാഹട്ടിയിൽ നിന്ന് മാറിയുള്ളൊരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. കാര്യം മയാങ് എന്ന് പറയുന്നത് ഒരുപാട് ചരിത്രപ്രധാനമായ കാര്യങ്ങൾ ഉറങ്ങുന്നൊരു സ്ഥലമാണല്ലോ ഗുവാഹട്ടിയിലെ, അല്ല ആസാമിലെ. ഒരുപാട് ദുർമന്ത്രവാദവും ആഭിചാരക്രിയകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതും ആയ ഒരു സ്ഥലമാണ്. അപ്പം അതൊക്കെ അറിയുമ്പോൾ തന്നെ അതിൻ്റേതായ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ. പക്ഷേ അതെല്ലാം മാറ്റി നിർത്തിയാലും നമ്മുടെ നാട് പോലെ തന്നെയാണ് ഇവിടെ മൊത്തം. ഈ മലകളും മരങ്ങളും പാടങ്ങളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. നമ്മൾ വരുന്ന വഴിക്ക് ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ നിർത്തിയതാണ്. അപ്പം അവിടെ ഒരു കാവുണ്ട്, സർപ്പക്കാവല്ല, എന്തൊരു ക്ഷേത്രം പോലെ. നമ്മളവിടെ കയറിക്കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരൊന്നും അറിയില്ലല്ലോ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ. തനി നമ്മുടെ നാട്ടിൻപുറം പോലെ തന്നെ കണ്ടോ. ആൽമരമൊക്കെ നിൽപ്പുണ്ട്. ചെറിയൊരു സിമെൻറ്റ് കൊണ്ട് ഒരു കോൺക്രീറ്റ് വീട്, ഒരു അമ്പലം, അതിനകത്ത് മണിയൊക്കെ ഉണ്ട് ഉള്ളിൽ. കാണാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കട്ടെ. നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഫോറസ്റ്റ് അല്ലെന്ന് തോന്നുന്നില്ല, ഇത് ഏതൊരു ഏരിയയിൽ ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ സിംഗിൾ ഹോൺ റൈനോസ് എന്ന് പറയത്തില്ല, ഒറ്റ കോമൺ റൈനോസസ്, അതിൻ്റെ ഒരു ഏരിയ ഇത് ഭയങ്കരമായിട്ട്. അപ്പം നമുക്ക് ദൂരെ നിപ്പുണ്ട്, പക്ഷെ നമ്മൾ ഡ്രോൺ ഇട്ട് നോക്കുന്നുണ്ട് കിട്ടുമെന്ന്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഡ്രോൺ ഷോട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് തന്നെ, ആ സാധനം തന്നെ നിൽക്കുന്നത്. ഇതൊരു പാടം പോലെ, പക്ഷേ ഇവിടെ ഒരുപാട് സാധനമാണ്. അത് കൂട്ട് റൈനോസസ് ഉണ്ട് കേട്ടോ. നോക്കട്ടെ കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ തനി കേരള. ഇതിൻ്റെ അപ്പുറത്തേക്ക് നോക്കി പാടം കണ്ടോ. നെൽകൃഷിയല്ല, നെൽകൃഷിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. നമുക്ക്
എഴുതി വെച്ചാൽ പോലും മനസ്സിലാവില്ല. അല്ല, എഴുതി വെച്ചാൽ മനസ്സിലാവും, അങ്ങനെ ഫോട്ടോ കാണിച്ചാൽ പോലും മനസ്സിലാവില്ല. അത്ര കേരളം പോലെ തന്നെ. അപ്പം നമ്മളിതിനെ റൈനോസറസിനെ ക്ലോസിൽ കണ്ടപ്പം ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. മറ്റേത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നേ, അപ്പോൾ അതുകൊണ്ട് പറ്റിയില്ല. ഇതിരുന്നത് ഞാൻ കാണിച്ചാൽ കാണാൻ പറ്റുമോ എന്നറിയില്ല, നോക്കട്ടെ. അവിടെ കണ്ടോ സാധനം നിൽക്കുന്നത്? അതാണ് സാധനം. അതിന് നല്ല ഷോട്ട് വല്ലതും കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മളിടയ്ക്ക് വരുന്ന വഴിക്ക് ഒരു കരിക്ക് കുടിക്കാൻ കരുതാം. കരിക്കിന് നമ്മുടെ നാട്ടിലെ വില തന്നെ 60 രൂപ. ചിലപ്പോൾ നാട്ടിൽ 80 രൂപ, ഇവിടെ 60 രൂപ. പക്ഷേ 60 രൂപയ്ക്ക് ചിലയിടത്തൊക്കെ കിട്ടും, വലിയ വ്യത്യാസമില്ലെന്ന് അർത്ഥം. ഇത് കണ്ടോ പെട്രോൾ വിൽക്കാൻ വെച്ചേക്കുന്നത്. ഇവിടെ ഇത് എന്താ കാര്യം അറിയത്തില്ല. ഇതവർ ബ്ലാക്കിനെ വെക്കുന്നതാണോ? പക്ഷെ പമ്പൊക്കെ ഉണ്ട്, വരുന്ന വഴിക്ക് ഒരു പമ്പൊക്കെ നമ്മൾ കണ്ടിരുന്നു. പമ്പിന് ക്ഷാമമായിട്ടില്ല, പക്ഷേ ഇവന്മാർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതന്മാർ 1 ലിറ്ററും 2 ലിറ്ററിനെ കുപ്പിയാക്കി വെച്ചേക്കുക. 100 രൂപ. ഇവിടെ 92 രൂപയാണ് പെട്രോളിന് പമ്പിലെ വില. ഇവന്മാരത് എടുത്ത് വിൽക്കുമ്പോൾ 100 രൂപ ആയിട്ട് വിൽക്കും. നമ്മൾ നിഗൂഢമായൊരു മ്യൂസിയത്തിലേക്കാണ് കയറുന്നത്. ആഭിചാരക്രിയകളുടെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന, കാണാൻ പറ്റുന്ന ഒരു മ്യൂസിയം. അത് എൻ്റെ ഏരിയ അങ്ങനെ തന്നെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മയോങ് വില്ലേജിൽ തന്നെ എത്തി. ഞാൻ ഇപ്പോൾ കയറുക എൻട്രി അതിൻ്റെ അകത്തുള്ള കണ്ടോ. കയറുമ്പോഴൊരു പേടിപ്പെടുത്തുന്ന കാളക്കൊമ്പൊക്കെ ഉണ്ട്. അതിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടർ, ഇവിടുത്തെ ആഭിചാരക്രിയകളൊക്കെ ചെയ്യും.